എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. എല്ലാവരും പൂജ ഹോളിഡേയ്സിലേക്ക് കടക്കുകയാണ് അല്ലെ. നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകളിലായിരിക്കും എല്ലാവരും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ദിവസമാണല്ലോ വിദ്യാരംഭം. അപ്പോൾ നല്ല രീതിയിൽ ഒരു ജോലി സമ്പാദിക്കണം, സർക്കാർ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളെ, ഈ വിദ്യാരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഒത്തിരി ആളുകൾ ഈ ദിവസങ്ങളിലൊക്കെ വിളിച്ച്, ഒത്തിരി എക്സാമുകൾ വരുന്നത് കൊണ്ടായിരിക്കാം കുറേ പേര് വിളിച്ച് ചോദിച്ച ഒരു കാര്യമാണ്, എന്താണ് സാറേ ഈ 60-70ലേക്കൊക്കെ എത്താൻ കഴിയുന്നുണ്ട്, അപ്പുറത്തേക്ക് അങ്ങ് കടക്കാൻ പറ്റുന്നില്ല, അതിനപ്പുറത്തേക്ക് കടന്നാലല്ലേ നമുക്ക് ജോലി കിട്ടും, എന്താണ് അവിടെ പറ്റുന്നത്, എന്താണ് പ്രശ്നം, പരമാവധി നോക്കുന്നു പക്ഷെ 60-70ന്റെ അപ്പുറത്തേക്ക് അങ്ങ് കടക്കുന്നില്ല. ഈ പരാതി നിങ്ങൾക്കുണ്ടോ? ഒത്തിരി ആളുകളാണ് ഈ വിഷമം വെച്ച് മുന്നോട്ട് പോകുന്നത്. ആ ഒരു എഡ്ജിലങ്ങ് എത്തും, അതിനപ്പുറത്തേക്ക് അങ്ങ് കടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. ശരിയാണ്, കുറേ പേര് ഈ ഒരു പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് അതിനെ മറികടക്കാനായിട്ട് കഴിയും? ഇനി 60-70ന്റെ അപ്പുറത്തേക്ക് എത്താൻ നമ്മൾ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒരു ചിന്തിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 തലങ്ങളുണ്ട് എന്ന് പറയാം. ഒന്നാമത്തേത് നമ്മുടെ സിലബസിനെ അടുത്തറിയുക എന്നുള്ളത് തന്നെയാണ്. ഉദാഹരണത്തിന് ITI ലെവലിലുള്ള സിലബസ് എന്താണ്, ഡിപ്ലോമ ലെവലിലുള്ള സിലബസ് എന്താണ്, BTech ലെവലിലുള്ള സിലബസ് എന്താണ്. ഒരു പക്ഷേ നമ്മൾ BTech ആയിരിക്കാം, പക്ഷെ പലപ്പോഴും നമ്മൾ എഴുതുന്നത് 2nd ഗ്രേഡ് 3rd ഗ്രേഡ് എക്സാമുകളായിരിക്കാം. അപ്പോൾ അതിൻ്റെ സിലബസിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ചും നിമി ബേസിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയണം. അവിടെ നമ്മൾ BTechന് പഠിച്ച ബുക്കുകളുമായിട്ട് ഇരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അതാണ് ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രതിസന്ധി. 2nd ഗ്രേഡ് 3rd ഗ്രേഡിന് എക്സാമുകൾക്ക് തയ്യാറാകുമ്പോൾ പലരും BTech ലെവലിലൊക്കെ പഠിച്ചു പോകുന്ന ആളുകളുണ്ട്. താഴേക്ക് ഇറങ്ങി വരാൻ തയ്യാറാകാതെ, നിമി ബുക്കുകളിലേക്ക് ഇറങ്ങി വരാൻ തയ്യാറാകാതെ പഠിക്കുന്ന ആളുകളെ കാണാം. അത് വലിയൊരു പരാജയത്തിലേക്ക് എത്തും. ഈ പറഞ്ഞതുപോലെ ഒരു 60-70ലേക്കൊക്കെ എത്തുകയും അതിനപ്പുറത്തേക്ക് കടക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യുന്നത് കാണാറുണ്ട് അത്തരക്കാരെ. അപ്പൊ സിലബസ് അടുത്തറിയുക. നമ്മൾ നോക്കുന്ന എക്സാം ഏതാണോ ആ എക്സാമിന് പറ്റിയ സിലബസ് ഏതാണ്, അതിനനുസരിച്ച് തന്നെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. 2, സിലബസിന്റെ കോപ്പി നമ്മുടെ കയ്യിൽ പ്രിന്റഡ് ആയിട്ട് ഉണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. അതിനകത്ത് മാർക്ക് ചെയ്ത് പോകണം. പഠിച്ച കാര്യങ്ങൾ മാർക്ക് ചെയ്ത് പോകണം. പഠിക്കാത്തത് ബ്ലാങ്കായി കിടക്കണം. ഇനി അത് മാത്രമല്ല, പഠിച്ചത് വീണ്ടും റിവിഷൻ ചെയ്യണം. അപ്പോൾ ഒരു ഡബിൾ മാർക്ക് വരണം അവിടെ, വീണ്ടും റിവിഷൻ ചെയ്യണം. ട്രിപ്പിൾ മാർക്ക് വരണം അവിടെ. അത് ഗ്യാപ്പ് ഇട്ടിട്ട് ആദ്യം ഒന്ന് പഠിക്കുന്നു, ഒരാഴ്ച കഴിയുമ്പോൾ അടുത്തൊരു റിവിഷൻ ചെയ്യുന്നു, ഒരു മാസം കഴിയുമ്പോൾ ആ ഭാഗം ഒന്നും കൂടെ റിവിഷൻ ചെയ്യുന്നു. അങ്ങനെ അതിനകത്ത് ടിക്കുകൾ വീണുകൊണ്ടേയിരിക്കണം. നമ്മൾ ഇടയ്ക്കിടെ നോക്കേണ്ടത് ഇനി ഏത് എക്സാം വരുന്നു, എന്താണ് ഇനി സാധ്യത, റാങ്ക് ലിസ്റ്റ് വല്ലതും വരുന്നുണ്ടോ എന്നുള്ള ചിന്തകളിലേക്ക് പോകാതെ നമ്മൾ ശ്രമിക്കേണ്ടത് എന്താണ്, സിലബസിലേക്ക് നോക്കുക. എവിടെയൊക്കെ ഇനി ട്രിപ്പിൾ ടിക്ക് വീഴാനുണ്ട്, എവിടെയൊക്കെ വീഴാത്തതുണ്ട്, അപ്പൊ ഞാൻ ഇനിയും കുറെ മുന്നേറാനുണ്ടല്ലോ, ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. നമ്മൾ പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ല, മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ നല്ലതാണ്, പക്ഷെ അത് കുറച്ചുകൊണ്ട് പഠനത്തിൽ തന്നെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ രണ്ടാമത് പറഞ്ഞ പോയിന്റ്, നമ്മുടെ കൈവശം ഒരു പ്രിന്റ് ഉണ്ടാകട്ടെ സിലബസിന്റെ. ഇപ്പൊ BTechകാരെ സംബന്ധിച്ച് ITI ലെവലിലുള്ളതും 1st ഗ്രേഡ് ലെവലിലുള്ളതും AE ലെവലിലുള്ളതും എഴുതുന്നവരായിരിക്കാം. 3 സിലബസും പ്രത്യേകമായിട്ട് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അതിങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ശീലം കൃത്യമായി പാലിക്കുന്നവരെ സംബന്ധിച്ച് 60-70 എന്ന് പറയുന്ന ആ റേഞ്ച് വിട്ട് അപ്പുറത്തേക്ക് പോകാനായിട്ട് യാതൊരു പ്രയാസവും ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ചിലരുണ്ട്, മൂന്നാമത്തെ കാര്യം, ചിലരെന്ത് ചെയ്യുന്നറിയാമോ, എളുപ്പത്തിന് വേണ്ടി ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറേ അങ്ങ് പ്രാക്ടീസ് ചെയ്യും. അതായത് വലിയ തടിച്ച ബുക്കുകളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും, അതിൽ 4-5 എണ്ണമൊക്കെ ഉണ്ടാവും. അതിരുന്ന് ഇങ്ങനെ ചെയ്യും. നല്ലതാണ്, ക്വസ്റ്റ്യൻസ് എത്രയോ പ്രാക്ടീസ് ചെയ്യുന്നത് അത്രയോ നല്ലത് തന്നെയാണ്, അതിൽ അപാകതയൊന്നുമില്ല. പക്ഷെ ആദ്യം നമ്മൾ ഒരു റൗണ്ടെങ്കിലും വൃത്തിയായി ഓരോ സിലബസ് അനുസരിച്ച് സബ്ജക്റ്റ് വൈസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അതിൻ്റെ ഉള്ളിലെ കഥയും
ഉപകഥയും ഒക്കെ മനസ്സിലാക്കി പരസ്പരം ലിങ്ക് ചെയ്ത് മെമ്മറിയിൽ ഉറപ്പിച്ചു വെക്കണം ആദ്യം. അത് സബ്ജക്റ്റ് വൈസ് ഉള്ള പഠനമായിരിക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് അതാണ്. നേരിട്ട് MCQവിലേക്ക് കടക്കാത്ത സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ എവിടേക്ക് പോകാവൂ, MCQസിലേക്കൊക്കെ നമ്മൾ പോകാനായിട്ട് പാടുള്ളൂ എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു നല്ലൊരു നോട്ട് നമ്മുടെ കൈവശം ഉണ്ടാകണം. അതിപ്പോൾ നമ്മൾ എഴുതിണ്ടാക്കുന്ന നോട്ടാകണമെന്നൊന്നുമില്ല. കോച്ചിങ് സെന്ററുകൾ ഈ നോട്ടൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. ുള്ള ഈ നോട്ട് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ ക്വിക്ക് റിവിഷനെ അത് വളരെയധികം ഗുണം ചെയ്യും. ഒരു 5 മിനിറ്റ് കിട്ടി, 10 മിനിറ്റ് കിട്ടി, ആ ഒരു നോട്ടൊന്ന് വായിച്ചു നോക്കി നമുക്ക് നല്ല വേഗത്തിൽ നമുക്ക് റിവിഷൻ ചെയ്തു പോകാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ട് ചെയ്തു പോകുന്നവരെ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ആദ്യം പഠിക്കുക. അതിൻ്റെ ഈ നോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം MCQ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു ഗുണം ചെയ്യും. നാലാമതൊരു പോയിന്റ് നമുക്ക് പറയാനുള്ളത്, പലരും പഠിക്കുമെങ്കിലും സബ്ജക്റ്റ് വൈസ് ഒക്കെ ആയിട്ട് പഠിക്കുമെങ്കിലും എക്സാം എഴുതി നോക്കാൻ ഒരു ഭയമാണ്. തെറ്റുമോ എന്നുള്ള ഒരു ഭയം. അത് നമ്മുടെ പഠനം ശരിയാവാത്തത് കൊണ്ടാണ്, നമുക്ക് നമ്മളിൽ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. അതുപോരാ, അത് മാറ്റി വെക്കണം. തെറ്റുമോ എന്നുള്ള അമിതമായ ഭയം വേണ്ട, ശരിയാവുക തന്നെ ചെയ്യും. തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്യുക. സബ്ജക്റ്റ് വൈസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ നോട്ടൊക്കെ നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ മറന്നുകൂടാത്ത ഒരു കാര്യമാണ് എന്താണ്, സ്ഥിരമായിട്ട് എപ്പോഴും ഒഴിവുള്ള ഗ്യാപ്പുകളിലൊക്കെ MCQs ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ കോച്ചിങ് സെന്ററുകളിലൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി എന്തുണ്ടാവും, MCQs പ്രാക്ടീസ് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സിവിലീസി എന്ന് പറയുന്ന നമ്മുടെ പുതിയ ആപ്ലിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ തന്നെയാണ് കോച്ചിങ് പ്രോഗ്രാമുകളിൽ നമ്മൾ അവതരിപ്പിക്കുന്ന MCQs. അത് 25 എണ്ണത്തിന്റെ സെറ്റുകളായിട്ട് ഇങ്ങനെ ചെയ്ത് കൊണ്ടിരിക്കുക. നമ്മുടെ കുട്ടികളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ട്. അവർ പറയുന്ന കാര്യം, ഞങ്ങൾ സബ്ജക്റ്റ് വൈസ് അത്യാവശ്യമൊക്കെ പഠിച്ചിട്ടുണ്ട്, പിന്നെ അടുത്ത ഘട്ടമായിട്ട് ഞങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നു. അതിലൂടെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ അതാകുമ്പോൾ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കുറച്ച് അതിന്റെ വിശദീകരണങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. എന്തുകൊണ്ട് ഇതാണ് ആൻസർ വന്നത്, എന്തുകൊണ്ടാണ് ഇതല്ലാത്തത് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ വായിച്ചു നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 60-70 എന്ന് പറഞ്ഞ റേഞ്ച് വിട്ട് അപ്പുറത്തേക്ക് കടക്കാൻ ഇതിനേക്കാളും വലിയ മാർഗമില്ല. അപ്പൊ കൃത്യമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പോയിന്റ് 5-മതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യണം. മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുത്. പലരും ആദ്യമായിട്ട് മറ്റുള്ളവരായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് എവിടെ വെച്ചാ, PSC എക്സാം ഹാളിൽ വെച്ചാ. അല്ല, അത് തെറ്റാണ്. അതിനു മുമ്പേ തന്നെ നമ്മൾ പഠിക്കുന്ന സിലബസ് അതാണോ ആ സിലബസ് അനുസരിച്ചുള്ള എക്സാമുകൾ ധാരാളം മറ്റുള്ളവരുമായിട്ട് നിരന്തരം നമ്മൾ അവരുമായിട്ട് മത്സരിച്ച് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മൾ ടോപ്പിലേക്ക് കയറി വരുന്നുണ്ട്, ഞാൻ അത്ര മോശമൊന്നുമല്ല എന്നുള്ള ഒരു ലെവലിലേക്ക് നമുക്ക് എത്താനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയേണ്ടതായിട്ടുണ്ട്. അത് നിരന്തരം ശ്രമിക്കുക. അപ്പൊ അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ കോച്ചിങ് സ്ഥാപനങ്ങളൊക്കെ നിരവധി ഫ്രീ എക്സാമുകളൊക്കെ നടത്താറുണ്ട്. ലൈവ് ഇവന്റുകൾ. ഇപ്പോൾ നമ്മൾ സെന്റർ എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ ഈവനിങ്ങിൽ 6:20 വളരെ ഫ്രീ ആയി ലൈവ് ക്വിസ് നടത്തുന്നുണ്ട് അല്ലെ. നിർഭാഗ്യകരം എന്ന് പറയട്ടെ, 60 പേരൊക്കെയാണ് റെഗുലർ ആയിട്ട് പങ്കെടുക്കുന്നത്. ഫ്രീ ആണ്, ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അത് നമ്മുടെ സ്റ്റുഡൻസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതിൽ പങ്കെടുക്കുക എന്ന് മാത്രമല്ല, അതിൽ ടോപ്പിലെത്താനായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ സിവിൽ വാർ ലൈവ് ഇവന്റ് നമ്മൾ നടത്തുന്നത് നമ്മുടെ സിവിലീസി പുതിയ ആപ്ലിക്കേഷനിലെ കോച്ചിങ് പ്രോഗ്രാമുകളിൽ ഓരോ ദിവസവും എന്താണോ പഠിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടോപ്പിക്കുകളാണ് നമുക്ക് പഠിച്ചു പോകേണ്ടതായിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുമായി മത്സരിച്ച് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിച്ച് പോവുക തന്നെ വേണം. എങ്കിലേ നമുക്ക് ഈ 60-70 എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് വിട്ടു പോകാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. 6-മതായിട്ട് എനിക്ക് പറയാവുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ പഠനത്തിന്റെ കാര്യത്തിൽ നല്ലൊരു ഡിസിപ്ലിൻ കാണിക്കണം എന്നുള്ളതാണ്. പലർക്കും അതില്ല. പലരും അവിടുന്ന് കുറേ പഠിക്കും, ഇവിടുന്ന് കുറേ പഠിക്കും, കുറച്ച് ദിവസം പഠിക്കും, കുറച്ച് ദിവസം പഠിക്കില്ല. അങ്ങനെ എക്സാം വരുമ്പോൾ പഠിക്കുക, പിന്നെ റെസ്റ്റ് എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതികളുണ്ട്. അതൊക്കെ മാറണം. റെഗുലർ ആയിട്ട് നമ്മൾ പഠിച്ചു പോകണം, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകണം. അതിന് നല്ലൊരു അച്ചടക്കം നമുക്കുണ്ടായിരിക്കണം. ഒന്നുകിൽ സ്വയം ആ അച്ചടക്കം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇന്ന് എനിക്ക് ഇന്ന ഭാഗം പഠിക്കാനുണ്ട്, അത് ഞാൻ പഠിക്കുക തന്നെ ചെയ്യും. എൻ്റെ ടൈം ടേബിൾ ഉള്ളതാണ്,
അത് ഞാൻ ഇന്ന് പഠിക്കണം, അത് പഠിച്ച് അവസാനിപ്പിക്കണം, അത് പഠിച്ച് അവസാനിപ്പിച്ച് വിജയിച്ചു എന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്യണം എന്നുള്ള വാശിയോടുകൂടെ തന്നെ വേണം നമ്മൾ സമീപിക്കാൻ. അപ്പൊ പലർക്കും ഇത് സ്വയം സാധിക്കാറില്ല. അതുകൊണ്ടാണ് സിവിലിസി പുതിയ നമ്മുടെ കോച്ചിങ് പ്രോഗ്രാമുകളിൽ നമ്മളായിട്ട് തന്നെ അതിനുള്ള ഒരു അവസരം ഒരുക്കുന്നത് അല്ലെ. കൃത്യമായിട്ട് ഓരോ ദിവസം എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി പറയാണ്. മുൻകൂട്ടി എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഓപ്പൺ ആക്കുമ്പോൾ അതാണ് കാണുക. അതിനുള്ള വീഡിയോ ലെസൺസ് റെഫറൻസിന് വേണ്ടിയിട്ടുണ്ടാവും, ഈ നോട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ MCQs ഉണ്ടാവും. അപ്പോൾ അതാത് ദിവസം പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യതയോടുകൂടെ അതാത് ദിവസം പഠിച്ചു പോവുക. അങ്ങനെ എക്സാമിന് മുമ്പ് കൃത്യമായിട്ട് ആ സിലബസ് വൃത്തിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുക വിത്ത് റിവിഷൻ. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ റിവിഷൻ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. സിവിലിസിയുടെ പ്രോഗ്രാമുകളിലെ കോച്ചിങ് പ്രോഗ്രാമുകളിലെ റിവിഷൻ എക്സാമുകൾ എഴുതുകയാണ് ചെയ്യുന്നത്. ആ എക്സാമുകളൊക്കെ 90 above ആണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ മാർക്കുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. 80 above 90 above എന്ന് പറയുന്ന മാർക്കുകളിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിത്തുടങ്ങി എന്നുള്ളതാണ്. എത്തിത്തുടങ്ങിയല്ല, അവർ ആ തുടക്കത്തിൽ ആദ്യ എക്സാമുകൾ തന്നെ 95ന് മീതെ വാങ്ങിച്ച ആളുകളാണ് ഉള്ളത്. അങ്ങനെ നിരന്തരം ഒരു ഡിസിപ്ലിനോടുകൂടെ ഇന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവോടുകൂടെ അത് പഠിക്കുകയും പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ളത്. ഒന്നുകിൽ സ്വയം അത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, അതല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് സെന്ററുകളുടെ സഹായത്തോടു കൂടെ അത് ചെയ്യുക. വിൻസെന്ററിനെ സംബന്ധിച്ച് സിവിലിസിയിൽ ഇതെല്ലാം ഉണ്ട്. കൃത്യമായിട്ട് ആ കോച്ചിങ് പ്രോഗ്രാമുകളിൽ ഇത് ചെയ്താണ് പോകുന്നത്. ഇനി ഏഴാമതൊരു പോയിന്റ് പറയട്ടെ. നമ്മുടെ ലക്ഷ്യം 60-70 അപ്പുറത്തേക്ക് പോവുകയാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാവുകയാണ് നമ്മുടെ ലക്ഷ്യം അല്ലെ. ആ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു ദിവസം പഠിക്കേണ്ട ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ അമ്മ എൻ്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാമോ ഈ ടോപ്പിക്കിൽ നിന്ന്, ഞാൻ ശരിയായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പറയുന്ന കുട്ടികളുണ്ട്. നമ്മൾ അങ്ങനെ പറയാറുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് അല്ലെ. എന്നാൽ ഒത്തിരിയേറെ ആളുകൾ അങ്ങനെ പറഞ്ഞു വരാറുണ്ട്. പാരന്റ്സിന്റെ അടുത്ത് വരും, അമ്മ ഈ ടോപ്പിക്കിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചേ, നോക്കട്ടെ ഞാൻ റെഡി ആയിട്ടുണ്ടോ, ഇനി എവിടെയെങ്കിലും കുറവുകളുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന കുട്ടികളുണ്ട് അല്ലെ. അല്ലെങ്കിൽ നേരെ തിരിച്ചാണ്, പാരന്റ്സ് അവരോട് പറയും, നീ റെഡി ആയിട്ടുണ്ടോ നോക്കട്ടെ, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ എന്ന രീതിയിൽ അവരോട് ചോദിക്കും. ആ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പഠിച്ചിരുന്നാൽ മാത്രം പോരാ, നമുക്കത് കിട്ടുന്നുണ്ടോ, നമ്മുടെ മനസ്സിൽ അതുണ്ടോ എന്ന് തിരിച്ചറിവുണ്ടാകണ്ടേ. യെസ്, അതും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതൊന്നുകിൽ സ്വയം അതിനുള്ളൊരു സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ സിവിലിസി എന്ന് പറയുന്ന നമ്മുടെ വിൻസെന്ററിന്റെ പുതിയ കോച്ചിങ് പ്രോഗ്രാമിലെ അതും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കിൽ നിന്ന് നമ്മളൊരു അസൈൻമെന്റ്, ഒരു വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ആ വർക്ക്ഷീറ്റ് നിങ്ങൾ വായിച്ചു നോക്കി അതിലെ ആൻസറുകൾ ഫില്ല് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് അയച്ചു തരണം എന്നുള്ളതാണ് അതിന്റെ വശം. അപ്പൊ അത് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ടോപ്പിക്ക് ശരിയായ രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും, ഞാൻ ഓക്കെയാണ്, ഇന്നത്തെ ഭാഗം ഞാൻ ഓക്കെയാണ്, എനിക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ അത് പഠിച്ചിട്ടേ അത് ഫില്ല് ചെയ്യുള്ളൂ. അപ്പൊ അവിടെ ഒരു ഹാബിറ്റും കൂടെ കൊണ്ടുവരണം. ഡെയിലി അതാത് ദിവസത്തെ വർക്ക്ഷീറ്റ് നമ്മൾ ചെയ്ത് അയച്ചു കൊടുക്കും അല്ലെ. അത് സിവിലിസിയുടെ അസിസ്റ്റന്റ് കോച്ചുമാരൊക്കെ അത് റീഡ് ചെയ്യും, അത് നോക്കും, അത് നിങ്ങൾക്ക് കറക്റ്റ് ആൻസറുകൾ അയച്ചു തരും. അങ്ങനെ പോകുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഞാൻ ഒത്തിരി ഉദ്യോഗാർത്ഥികളുമായിട്ട് നമ്മുടെ സിവിലിസിയിലെ കോച്ചിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തുന്നതാണ്. മാത്രമല്ല സൺഡേകളിൽ ഞങ്ങൾ ലൈവായിട്ടിരിക്കും, ഒന്നിച്ചിരിക്കും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. തീർച്ചയായും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് അവർ പറയുന്നത്. അവർ കൃത്യമായിട്ട് ആ വർക്ക്ഷീറ്റ് ഫിൽ ചെയ്ത് അയക്കുന്നുണ്ട്. അത് അവർക്ക് ഉണ്ടാക്കുന്ന ഗുണം വേറെയാണ്. മാത്രമല്ല ആ വർക്ക്ഷീറ്റുകൾ അവർക്ക് റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. മറ്റൊരു പോയിന്റ് 9ാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ദിവസം ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് കണ്ണടച്ചങ്ങിരിക്കുക. കണ്ണടച്ചിരുന്ന് നമുക്ക് പറയാൻ കഴിയണം, ഇന്ന് ഞാൻ ഇന്ന ടോപ്പിക്കാണ് പഠിക്കേണ്ടിയിരുന്നത്, അത് ഞാൻ പഠിച്ചിട്ടുണ്ട്, അത് ഇന്നതൊക്കെ ആയിരുന്നു. അതിനകത്ത് ക്രമത്തിൽ നമുക്ക് പറയാൻ പറ്റണം, ഇതൊക്കെയാണ് അതിന്റെ ഹെഡിങ്ങുകൾ വരുന്നത്, ഇതിനകത്ത് പഠിക്കാനുണ്ടായിരുന്നു ഇതാണ്, അടുത്ത ശേഷം അതാണ്. ഇപ്പൊ നമുക്കറിയാം ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൂവ്മെന്റ് ആണ് പഠിക്കാനുണ്ടായിരുന്നത്, ഇന്നത്തെ ടോപ്പിക്ക് എനിക്കതായിരുന്നു. എന്താണ് ഷിയർ ഫോഴ്സ്? അത് വളരെ ഭംഗിയായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ. ഒരു ബീമിന്റെ ഒരു ക്രോസ് സെക്ഷനിൽ അനുഭവപ്പെടുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ബീമിന്റെ ക്രോസ് സെക്ഷന്റെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ ഉള്ള അൺബാലൻസ്ഡ് വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. അതുപോലെ എന്താണ് ബെൻഡിങ് മൊമെന്റ്? ഇന്ന് എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു, ഒരു ബീമിന്റെ സ്ലാബിന്റെ ഒരു പ്രത്യേക ക്രോസ് സെക്ഷനിൽ അനുഭവപ്പെടുന്ന ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് അതിന്റെ റൈറ്റിലോ ലെഫ്റ്റിലോ അനുഭവപ്പെടുന്ന അൺബാലൻസ്ഡ് മൊമെന്റ് ആണ് എന്നുള്ളത് എനിക്കറിയാം. അത് കൃത്യമായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഷിയർ
ഫോഴ്സ് വരുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് സെൻട്രൽ പോയിന്റ് ലോഡ്, അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് UDL, അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് വിത്ത് വേരിയിങ് ലോഡ്, അതുപോലെ തന്നെ കാൻഡിലിവർ വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ്. ഇങ്ങനെ ഓരോ സാഹചര്യങ്ങളും നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞ് അതിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്, അതിന്റെ കണ്ടീഷൻസ് എങ്ങനെയാണ്, ഫോർമുല കാണാതെ അറിഞ്ഞില്ലെങ്കിൽ പോലും അതെങ്ങനെയാണ് ആ ഫോർമുലയിലേക്ക് എത്തുന്നത് എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ കണ്ണടച്ചിരുന്ന് നമ്മൾ ഇതുപോലെ പറയണം. ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യണം. അതൊരു 2 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 5 മിനിറ്റ് ലെങ്ത് ഉള്ള ഓഡിയോ മതി. അത് പറയുന്നതിലൂടെ ഉണ്ടല്ലോ അന്നത്തെ ദിവസത്തെ നമ്മുടെ ടോപ്പിക് ഉണ്ടല്ലോ നമ്മൾ അങ്ങ് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് മനസമാധാനമായിട്ട് കിടന്നുറങ്ങാം. നമ്മൾ തയ്യാറാവും. നാളെ ഇനി എന്താണ് ടോപ്പിക് എനിക്ക് പഠിക്കാനുള്ളത്, നാളെ അതിരാവിലെ ഞാൻ എഴുന്നേൽക്കും, നാളത്തെ ടോപ്പിക് ഞാൻ ഇതിനേക്കാളും ഭംഗിയായിട്ട് ഞാൻ പഠിക്കും എന്നുള്ള ആ ഒരു ചിന്തയിലാണ് നമ്മൾ പോവുക. സിവിലിസി നമ്മുടെ പുതിയ കോച്ചിങ് പ്രോഗ്രാമിൽ ഇതും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാത് ദിവസത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഓഡിയോ സമ്മറി നമുക്ക് അയച്ചു തരണം. അത് നമ്മൾ വാല്യൂ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് അതാത് ദിവസം കൃത്യമായി ലോക്ക് ചെയ്ത് പോകാം എന്നുള്ളത് തന്നെയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. 60-70കളിൽ ഒന്നും നിൽക്കില്ല. ഇത് തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഉദ്യോഗാർത്ഥികൾ 90-നപ്പുറത്താണ് ഇപ്പോൾ നിൽക്കുന്ന മാർക്കുകൾ എന്ന് പറയുന്നത്. അവരുടെ മെമ്മറി ഒക്കെ ഷാർപ്പായിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റിതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുക, അവിടെയും എന്തൊക്കെയോ ഏതൊക്കെയോ എന്നുള്ള രീതിയിൽ കിടക്കുന്നതിനെ ഷാർപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ സിവിലിസിയിലെ കോച്ചിങ് പ്രോഗ്രാമുകളിലെ വിവിധ സെക്ഷനുകളിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും. ഒന്നുകിൽ നിങ്ങൾ സ്വയം ഇത് ആർജിച്ചെടുത്താൽ മതി, അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ 60-70 അപ്പുറത്തേക്കുള്ള 60-70 ഒന്നല്ല 80-നപ്പുറത്തേക്ക് 90-നപ്പുറത്തേക്ക് 95-നപ്പുറത്തേക്ക് അല്ല 100 വരെ എത്താനായിട്ടും കൂടെ നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി എനിക്ക് അടുത്തത് 10ാമതായിട്ട് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് റിവിഷന്റെ പ്രാധാന്യമാണ്. റിവിഷൻ ഇല്ലാതെ നമ്മൾ എങ്ങും എത്തില്ല. എങ്ങനെയെങ്കിലും ഓരോ സബ്ജക്റ്റ് അവിടെ നിന്ന് ഇവിടുന്ന് പഠിച്ചു പോയാൽ മാത്രം പോരാ. നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, റിവിഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞങ്ങളൊക്കെ സിവിലിസിയിൽ ചെയ്യുന്നത് സൺഡേ റിവിഷൻ ഡേ ആണ്. ആ 6 ദിവസം നമ്മൾ എന്താണോ പഠിച്ചത് അതൊന്നുകൂടെ പഠിക്കുക, ഉറപ്പുവരുത്തുക, എന്നിട്ടൊരു റിവിഷൻ എക്സാമും ചെയ്ത് അതിൽ എബവ് 90 വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളതിൽ പാസ് മാർക്ക് വയ്ക്കുന്നത് തന്നെ 80 ആണ്. 80യേക്കാൾ കുറഞ്ഞ മാർക്ക് നമുക്ക് സ്വീകാര്യമല്ല. അതിനേക്കാൾ എബവ് 90 എബവ് മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ലക്ഷ്യം ഇട്ടുകൊണ്ട് റിവിഷൻ ഡേ ആചരിക്കുക, റിവിഷൻ എക്സാം എഴുതുക. ആ റിവിഷനിലെ അതുവരെയുള്ള എല്ലാ ഭാഗങ്ങളും ഒന്നിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആ റിവിഷനുള്ള ശക്തി ഉണ്ടല്ലോ, നിസ്സാരമല്ല. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാവുകയുള്ളൂ, ഒന്ന് അപ്പുറത്തേക്ക് കടക്കുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും എത്തിപ്പെടുന്ന ഒരു റാങ്കിൽ നമ്മൾ എത്തിപ്പെടും, പോരാ, അതിനപ്പുറത്തേക്ക് നമുക്ക് കടക്കണ്ടേ. അതിന് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഒന്ന് ചെയ്താൽ മാത്രം മതി. തീർച്ചയായിട്ടും നിങ്ങൾക്കും വിജയിക്കാനായിട്ട് കഴിയും, അല്ലെ? ഇപ്പൊ നമ്മുടെ കോച്ചിങ് പ്രോഗ്രാമുകളിലൊക്കെ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് വേറെ അത്ഭുത വിദ്യകളൊന്നുമില്ല. ഇതിപ്പോ ITA ലെവൽ 1 ഇയർ കോച്ചിങ് പ്രോഗ്രാമാണ്. എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഓരോ എക്സാമിന്റെയും പുറകെ കൂടെ ഓടല്ലേ. അങ്ങനെ ഓടാം. ആർക്ക്? ഇതിനു മുമ്പ് നല്ലതുപോലെ പഠിച്ച് റെഡി ആയിട്ടുള്ള ആളുകൾക്ക് റിവിഷന്റെ ഭാഗമായിട്ട് ഓരോ എക്സാമിന്റെ പുറകെ നിങ്ങൾക്ക് ഓടാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാത്തവര് വളരെ സീരിയസ് ആയിട്ട് പഠനത്തെ കാണുന്ന ആളുകൾ 1 വർഷം കൊണ്ട് പഠിക്കാൻ തയ്യാറാവൂ ദയവ് ചെയ്ത്. നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളുണ്ട്, പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതാണ്. പ്രത്യേകിച്ചും പുതിയ ആളുകളൊക്കെ 1 വർഷം കൊണ്ട് പഠിക്കും. ഇതിപ്പോ ITA ലെവൽ 1 ഇയർ കോച്ചിങ് പ്രോഗ്രാമാണ്. സെപ്റ്റംബർ 15 ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത സെപ്റ്റംബർ 14 വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് ഡിപ്ലോമയുടെയും ഉണ്ട്, ബിടെക് ലെവലിന്റെയും ഉണ്ട്. ഇങ്ങനെയുള്ള 1 ഇയർ കോച്ചിങ് പ്രോഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സിവിലിസിയിലേക്ക് മെമ്പർഷിപ്പ് പ്ലാനുകളിലേക്ക് വന്നോളൂ. സിൽവർ പ്ലാൻ എടുത്താൽ മതി. നിങ്ങൾക്ക് 1 ഇയർ വളരെ ചുരുങ്ങിയ നിരക്കിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് കഴിയും. കണ്ടോ, ഇവിടെ കണ്ടോ, ഡേറ്റ് വൈസ് ആണ്. ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും നമ്മൾ എന്താണ് പഠിക്കേണ്ടത്, വീക്ക് 1 കണ്ടോ, വീക്ക് 2, വീക്ക് 3, ഓരോ ദിവസവും നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. വേറെ ഒന്നും നോക്കണ്ട. ഒരു ദിവസം തെരഞ്ഞെടുക്കുക. സെപ്റ്റംബർ 15 ആരംഭിച്ചു. അന്ന് നമ്മൾ പഠിക്കാനുള്ള ഭാഗങ്ങൾ ഇവിടെ ഉണ്ടാവും. അതിലേക്ക് നേരെ നമുക്ക്
കടക്കാം, പഠിക്കാം. വേറെ ഒന്നിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഒരു വർഷം കൊണ്ട് പഠിക്കുമ്പോൾ ഒരു ദിവസം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഇതിനകത്ത് തന്നെ നമ്മളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വീഡിയോ റെഫറൻസ് ലെസൺസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ നോട്ട് ഉണ്ട്, അതുപോലെ തന്നെ MCQs ഇങ്ങനെ എത്ര തവണ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള MCQs ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വർക്ക്ഷീറ്റ് അസൈൻമെന്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഓഡിയോ സമ്മറി അയച്ചു തരാനുള്ള സംവിധാനം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തിന് അസിസ്റ്റന്റ് കോച്ചുമാരുടെയും ഹെഡ് കോച്ചിന്റെയും സീനിയർ കോച്ചിന്റെയും എല്ലാവരുടെയും ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുമുണ്ട്. ഇങ്ങനെ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ITI ലെവലോ ഡിപ്ലോമ ലെവലോ BTech ലെവലോ പഠിച്ച് സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് അതിവേഗത്തിൽ എത്തണമെന്ന ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിന് അപ്പുറത്ത് വരുന്ന ഏതൊരു എക്സാം എഴുതുകയാണെന്നുണ്ടെങ്കിലും നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് കഴിയും. ശരിയായ പഠനം അതാണ്. അതേസമയം പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക്, കുറെയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഈ വരുന്ന KWA കോച്ചിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാം, നവംബർ 22 LSCD കോച്ചിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാം, ഡിസംബർ 11 PWD കോച്ചിങ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാം. അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ആദ്യമായിട്ട് പഠിക്കുന്നവർ 1 ഇയർ ആയിട്ട് തന്നെ വേണം പഠിക്കാനായിട്ട്. അപ്പൊ ഇതുവരെയും വളരെ സീരിയസ് ആയിട്ട് പഠനം തുടങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങാനുള്ള വലിയൊരു അവസരമാണ് ഈ വിദ്യാരംഭം എന്ന് പറയുന്നത്, അല്ലെ? വിദ്യാരംഭത്തിന് ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ ഒരു വർഷത്തെ നമ്മുടെ പ്രോഗ്രാം, ഒരു വർഷത്തെ പ്ലാൻ ഒന്നിച്ച് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ നല്ലൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു വർഷം മാത്രം കേട്ടോ, 1 മാസത്തേക്കോ 3 മാസത്തെയോ 6 മാസത്തെയോ അല്ല. നല്ല ചിന്തകളോടുകൂടെ ഈ വിദ്യാരംഭം മുതൽ ഒരു വർഷം ഞാൻ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. സിവിലീസിയിലൂടെ ഡെയിലി ഞാൻ എന്താണോ പഠിക്കേണ്ടത് അത് കൃത്യമായി പഠിച്ച് അസൈൻമെന്റ്സ് ഒക്കെ ഭംഗിയായി ചെയ്ത് സൺഡേ റിവിഷൻ ഡേ ആയി ആചരിച്ച് റിവിഷൻ എക്സാമുകൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കോൺഫിഡൻസോടുകൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ ഒരു വർഷം കൊണ്ട് മുന്നോട്ട് വരാൻ ഞാൻ തയ്യാറാണ് എന്ന പ്ലാനിങ്ങിൽ ഒരു വർഷത്തേക്ക് ഒന്നിച്ച് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഓൾറെഡി നമ്മൾ അതിന് നല്ല ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അത് കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് 9072345630 എന്ന് പറയുന്ന നമ്പറിലേക്ക് നവരാത്രി ഓഫർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഓഫർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഇട്ടാൽ മാത്രം മതി. ആ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഓഫർ ഞങ്ങൾ തരുന്നതാണ്. പ്രത്യേകം ഓർക്കുക, 1 ഇയർ പ്ലാനുകൾക്ക് മാത്രമായിരിക്കും ഈ ഓഫർ ബാധകമാവുക. അപ്പോ എത്ര ദിവസമുണ്ട് എന്നറിയാമോ? ഇന്ന് 29 അല്ലെ? സെപ്റ്റംബർ 29, സെപ്റ്റംബർ 30, ഒക്ടോബർ 1, ഒക്ടോബർ 2 ഈ 4 ദിവസങ്ങളിലും നിങ്ങൾക്ക് ഈ ഓഫറിന് അർഹതയുണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ളവര് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയിട്ടുള്ള 9072345630 എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി? ഒരു മെസ്സേജ് ഇട്ടാൽ മതി. നവരാത്രി ഓഫർ എന്നോ പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. തീർച്ചയായും നിങ്ങളെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതിനു വേണ്ട കൂപ്പൺ കോഡ് നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് പേഴ്സണലായിട്ട് തന്നെ അയച്ചു തരികയും ചെയ്യുന്നതാണ്. നമ്മുടെ ഈ വീഡിയോയുടെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി 60-70കളിൽ നിന്നാ പോരാ, അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കടക്കുക തന്നെ വേണം. അതിന് ഉള്ള മാർഗം, പല മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും മികച്ച ഒരു മാർഗമായിട്ട് വിൻസെന്റർ അവതരിപ്പിച്ചിട്ടുള്ള സിവിലീസി നമ്മുടെ മെമ്പർഷിപ്പ് പ്ലാനുകളാണ്. അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കോച്ചിങ് പ്രോഗ്രാമുകൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികളെയും സ്നേഹപൂർവ്വം ഈ കോച്ചിങ് പ്രോഗ്രാമുകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും പഠനം എൻജോയ് ചെയ്യപ്പെടട്ടെ, രസകരമാകട്ടെ, കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിച്ച് വരട്ടെ. ഇനി നമ്മുടെ ആ പരാതി വേണ്ട. എന്താണ് നമ്മുടെ പരാതി? 60-70 ഒക്കെ എത്തുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് പോകുന്നില്ലല്ലോ. അത് ഇനി നമുക്ക് പറയാൻ ഇടവരരുത്. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്കും സംശയങ്ങളോ കോഴ്സുമായി ബന്ധപ്പെട്ടോ എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്നെയും ബന്ധപ്പെടാവുന്നതാണ്. ഇന്ന് തന്നെ സിവിലീസി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, സൈനപ്പ് ചെയ്യുക, ഫ്രീ കോഴ്സുകൾ എൻറോൾ ചെയ്യുക, ഫ്രീ ഗ്രൂപ്പുകളിൽ കയറുക. അതിനകത്ത് പേഴ്സണൽ ചാറ്റ് സംവിധാനങ്ങളും ഗ്രൂപ്പ് ചാറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. ഞാനുമായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ ചാറ്റിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ എന്ത് കാര്യങ്ങൾക്കും ഞാൻ റിപ്ലൈ നൽകുന്നതാണ്. അപ്പോ നമ്മുടെ ലക്ഷ്യം ഇനി 60-70 നിൽക്കുകയല്ല, അതിനേക്കാളും അപ്പുറത്തേക്ക്, അല്ലെ? നമുക്ക് ആദ്യം ജോലി കിട്ടുന്ന രീതിയിൽ
ടോപ്പ് റാങ്കുകളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം ഇനി സിവിലിസിയിലൂടെ, അതിലെ മെമ്പർഷിപ്പ് പ്ലാനുകളിലൂടെ, അതിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള കോച്ചിങ് പ്രോഗ്രാമുകളിലൂടെ, അതും കുറഞ്ഞ ഫീസിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയട്ടെ. എല്ലാവർക്കും ആശംസകൾ നേരുന്നതോടൊപ്പം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു, സെപ്റ്റംബർ 29, സെപ്റ്റംബർ 30, ഒക്ടോബർ 1, ഒക്ടോബർ 2 ദിവസങ്ങളിൽ സിവിലിസിയുടെ മെമ്പർഷിപ്പ് പ്ലാനുകൾ, 1 ഇയർ മെമ്പർഷിപ്പ് പ്ലാനുകൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ നേരിട്ട് പർച്ചേസ് ചെയ്യാതെ ജസ്റ്റ് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് 9072345630 എന്ന നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. നവരാത്രി ഓഫർ എന്ന് മാത്രം ഇട്ടാൽ മതി. തിരിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഈ 4 ദിവസം മാത്രമേ അത് അവൈലബിൾ ആകൂ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി 60-70ന്റെ അപ്പുറത്തേക്കുള്ള യാത്രയാണ്. അതും സിവിലിസിയോടൊപ്പം, കോച്ചിങ് പ്രോഗ്രാമിനോടൊപ്പം എന്ന തീരുമാനവുമായിട്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നവരാത്രി ആശംസകൾ, വിദ്യാരംഭ ആശംസകൾ നേരുകയും ചെയ്യുന്നു. നന്ദി.